ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഡ്രിങ്ക് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ 3 ഗ്ലാസ്സാണ് ഈ കസ്റ്റാർഡ് മിൽക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലും 3/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരിട്ട് ചേർക്കുകയാണെങ്കിൽ അത് കട്ട കെട്ടും. അപ്പോൾ 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 4 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ കുറുകി ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഈ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒന്നും തണുപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല തണുപ്പോട് കൂടിയിട്ടാണല്ലോ നമുക്ക് ഏത് ഡ്രിങ്ക് ആണെങ്കിലും അത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത 1 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇത് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി കസ്കസ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലുള്ള ഡ്രിങ്കിനുള്ളിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കസ്കസ് ഇട്ട് കൊടുക്കുക. കസ്കസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. തീർച്ചയായിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തിക്കായിട്ട് ഉണ്ടാക്കാം. കുറച്ചുകൂടെ കസ്റ്റാർഡ് പൗഡർ കൂടുതൽ എടുത്താൽ മതി. പക്ഷേ തിക്കായിട്ട് കുടിക്കുമ്പോൾ പെട്ടെന്നൊരു മടുപ്പിക്കുന്ന ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ഡ്രിങ്ക്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്നാൽ അധികം വെള്ളം പോലെയൊന്നല്ല, പാകത്തിനുള്ളൊരു തിക്നെസ്സൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്